ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് തോരക്കറിയാണ്. തോരപ്പുഴുക്ക്, തോരക്കറി എന്നൊക്കെ പറയും. അപ്പോൾ തോരപ്പുഴുക്കാവുന്ന സമയത്ത് അതിൽ തേങ്ങയൊന്നും അരക്കില്ല. തോരക്കറിയാവുന്ന സമയത്ത് അതിൽ നമ്മൾ ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് ചേർക്കും. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് പുഴുക്കാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 250 ഗ്രാം കപ്പിന് നിറയെ തോര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചൂടൊന്നും ആക്കിയില്ല കേട്ടോ. അപ്പോൾ ചെറുതായി ചൂടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഇതാ തോര കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/4 മണിക്കൂർ ഞാൻ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂട് വെള്ളത്തിലല്ല കേട്ടോ, പച്ചവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് വെക്കാൻ ആവശ്യമായ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച തോര നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് അതിൽ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തോര വേവാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾക്കിനി അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, മാത്രമല്ല നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തത്. ഇതിൽ നമ്മളെ ചേമ്പിൻ്റെ കിഴങ്ങ് അങ്ങനെയെല്ലാം ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് പുഴുക്കുണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തോരയും ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമ്മൾക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്ക് തോരയും ഉരുളക്കിഴങ്ങും കൂടെ വളരെ ചെറുതായിട്ട് കുറച്ച് ഒരുപാടൊന്നും ഉടച്ചെടുക്കണ്ട, കുറച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഇതാ കുറച്ച് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, എന്നാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി അതിലേക്ക് വേണ്ടുന്നതാണ് നമ്മൾക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 7-8 വെളുത്തുള്ളി അല്ലി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, നമ്മളിപ്പോൾ ഏത് പയറുവർഗ്ഗങ്ങൾ വെക്കുന്നതായാലും അതിലൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ 4 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ആ തോരയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുവന്ന മുളക് പൊടി, എരിവുള്ളതല്ല, ചുവന്ന മുളക് പൊടി, അതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ പുഴുക്ക് വെക്കുന്ന സമയത്ത് സാധാരണ അത് ചേർക്കാറില്ല, അത് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾക്ക് ഉപ്പ്, ഞാൻ തോര വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ചിട്ടിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ, അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടെ നോക്കിയിട്ട് കുറവാണെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പാകത്തിന്. അപ്പോൾ അതിന് ശേഷം ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വറവിട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ആയാലും ആ തോര ടേസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ട 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ആ കറിയിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സവാള, വറ്റൽമുളക്, കടുക് എല്ലാം ഞാൻ തോരക്കറിക്ക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തോരക്കറി റെഡി ആയിട്ടുണ്ട്. തോരക്കറി അല്ലെങ്കിൽ തോരപ്പുഴുക്ക് ഇതാ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ പുഴുക്കിന് ചുവന്നുള്ളിയും പിന്നെ വറ്റൽമുളകൊന്നും വറവിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ ഇത് ചോറിൻ്റെ കൂടി കഴിക്കേണ്ടത് കൊണ്ടാണ് പിന്നെ അവർ കൂടുതൽ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് വറവിട്ട് കൊടുത്തത്. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ തോരക്കറി ഇതാ ഈ ഒരു പരുവത്തിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തോരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.